ഇംപ്രൂവ്മെൻറ്റ് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം പി ഓഫ് എ കോംപ്ലിമെൻറ്റ് 0.8 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചാണ്? പി ഓഫ് എ ആണ്. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആവും. അപ്പോൾ 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ എയാ തന്നേക്കണേ 1 മൈനസ് പി ഓഫ് എ നമ്മളോട് എന്താ ചോദിച്ചേക്കണം അതിനനുസരിച്ച് നമ്മൾ ഫോർമുല എഴുതും. എ കോംപ്ലിമെൻറ്റ് തന്നാൽ പി ഓഫ് എ ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഡാഷ്. ഇനി പി ഓഫ് എ ഡാഷ് തരണമെങ്കിലോ അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കണമെങ്കിലോ 1 മൈനസ് പി ഓഫ് എ വരും. അപ്പോൾ ഇവിടെ തന്നേക്കണത് പി ഓഫ് എ ഡാഷ് ആണ്, 0.8 കണ്ടുപിടിക്കുന്നത് പി ഓഫ് എ ആണ്. അപ്പോൾ ദെയർഫോർ 1 മൈനസ് പി ഓഫ് എ ഡാഷ്. അപ്പോൾ 1 മൈനസ് 0.8 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 വരും. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാ? 60 സ്റ്റുഡൻസ്, ടോട്ടൽ 60 സ്റ്റുഡൻസ് ഒരു സ്കൂളിലുണ്ട്. ദെൻ NSSന് ജോയിൻ ചെയ്തേക്കണവരും NCCക്ക് ജോയിൻ ചെയ്തവരും ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തേക്കണായ സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നേക്കണേ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആണ്. നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 60 ആണ്. ഇനി NCCക്ക് ജോയിൻ ചെയ്തേക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നത് NCC എന്ന് കൊടുക്കാം. അവിടെ NCC എന്നൊക്കെ മൊത്തം എഴുതുന്നതിന് പകരമായിട്ട് നമ്മളൊരു പേരെപ്പോഴും കൊടുക്കാം. ഫസ്റ്റ് വൺ എ ഇസ് ഈക്വൽ ടു NCC, ബി എന്ന് പറയുന്നത് NSS എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് പി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം NCCക്ക് ജോയിൻ ചെയ്തേക്കുന്ന കുട്ടികളുടെ എണ്ണം 30 ആണ്. ഒരിക്കലും 30 നമ്മൾ അങ്ങനെ എഴുതാൻ പറ്റില്ല, കാരണം ടോട്ടൽ പ്രോബബിലിറ്റി 1 താഴെ വരുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 സ്റ്റുഡൻസ് ഉണ്ട്, 60 സ്റ്റുഡൻസ് ഉണ്ട്. അതിനകത്ത് എത്ര പേരാണ് NCCക്ക് ജോയിൻ ചെയ്തേക്കുന്നത്? 30 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 16 വരും ഒന്നാമത്തെ ആൻസർ. ഇനി അടുത്ത എന്താണ്? NSSന് ജോയിൻ ചെയ്തേക്കുന്നത് എത്ര പേരാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നേക്കണം 32 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 60 വരും നമുക്ക് NSSന് ജോയിൻ ചെയ്തേക്കണം. ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തേക്കണത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ആണ്. 24 ഡിവൈഡഡ് ബൈ 60 വരും. ഇതിനെ ഒരിക്കലും നമ്മൾ ക്യാൻസൽ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ മതി. കാരണം LCM നമുക്ക് ഒരുപോലെ എപ്പോഴും കിട്ടും, അതാണ് നമുക്ക് സിംപ്ലിഫിക്കേഷൻ എളുപ്പം. അപ്പോൾ നമ്മൾ ആ 24 ബൈ 60യും 30 ബൈ 60യും 32 ബൈ 60 ഒക്കെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ NSS ഓർ NCC ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ NSS ഓർ NCC. അപ്പോൾ എ യൂണിയൻ ബി വരും. NSS ഓർ NCC, അപ്പോൾ യൂണിയനാണ് വരുന്നത്. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയനാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്നാ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വരും. ഈ തന്നേക്കണ ഇക്വേഷനകത്തേക്ക് നമുക്ക് ഈ വാല്യൂസ് എല്ലാം അങ്ങനെ തന്നെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 13 ഡിവൈഡഡ് ബൈ 60 വരും. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 32 ഡിവൈഡഡ് ബൈ 60 വരും. മൈനസ് രണ്ടും കൂടെ വരുന്ന ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 60 വരും. അപ്പോൾ നമുക്ക് തന്നേക്കണ പ്രോബ്ലത്തിനകത്തേക്ക് വാല്യൂസ് എല്ലാം അങ്ങനെ തന്നെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ നോക്കാം, 60 LC കൊടുത്തു. അപ്പോൾ ഇവിടെ 13 + 32 മൈനസ് 24, 13 + 32 62 വരും. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി കേട്ടോ. മൈനസ് 24 വരും നമ്മുടെ വാല്യൂ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 38 ഡിവൈഡഡ് ബൈ 60 വരും നമ്മുടെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൈദർ NCC ഓർ NSS എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. സെക്കൻഡ് വൺ നൈദർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോംപ്ലിമെൻ്റ് അപ്പം കൊടുത്തോളുക. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് വരും. ഇനി ഇവിടെ എന്താണ്? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കൊടുക്കാം. ഓരോന്നിനും കോംപ്ലിമെൻ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ വരും, യൂണിയൻ ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ വരും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് വരും. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്ര കിട്ടിയേക്കണേ? 38 ഡിവൈഡഡ് ബൈ 16 ആണ് നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 മൈനസ് 38 ഡിവൈഡഡ് ബൈ 60 വരും. അപ്പോൾ 60 മൈനസ് 38 നമ്മൾ ഡിഫറൻസ് എടുത്തിട്ട് അത് എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 60 ചെയ്തു. അപ്പോൾ 60 മൈനസ് 38 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 22 വരും. 22 ഡിവൈഡഡ് ബൈ 60 വരും. അപ്പോൾ നമ്മുടെ ആൻസറായി.